കൊല്ലം ഇരവിപുരം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നിലച്ചതോടെ നാട്ടുകാർ ദുരിതക്കയത്തിലായി. പാല നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇരവിപുരം പള്ളിമുക്ക് റോഡ് അടച്ചതോടെ കിലോമീറ്ററുകൾ ചുറ്റി യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഈ പ്രദേശത്തെ വാസികൾ. ദുരിതം തുടരുമ്പോഴും മേൽപ്പാല നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. കൊല്ലം ഇരവിപുരത്താണ്. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒരു നാടിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തന്നെയാണ് ഈ റെയിൽവേ ഗേറ്റിന് പിന്നിൽ ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്നത്. ഇതിനാരാണ് ഉത്തരവാദി? ജനം തന്നെ പരസ്പരം ചോദിക്കുകയാണ്. ഇരവിപുരം റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ട്രാക്കിന് കുറുകെയാണ് മേൽപ്പാല നിർമ്മാണം തുടങ്ങിയത്. തീവണ്ടികൾക്ക് വഴികൊടുത്ത വഴിയിൽ കാത്തു നിൽക്കാതെ വേഗത്തിൽ പോകാമെന്ന സന്തോഷമായിരുന്നു നാട്ടുകാർക്കും. നടന്നതോ അതിന് വിരുദ്ധമായതും. 2017 സംസ്ഥാന സർക്കാർ റെയിൽവേ മേൽപ്പാലം പ്രഖ്യാപിച്ചത്. 2019 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. 2021 മുഖ്യമന്ത്രി പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ പാളത്തിന്റെ രണ്ടറ്റത്തും ഉയരത്തിൽ ഇരുമ്പ് വീമുകൾ സ്ഥാപിച്ച് പണി നിർത്തി. മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചപ്പോൾ പൂട്ട് വീണതാണ് ഈ കടകൾക്ക്. തുറന്നിരിക്കുന്നതിൽ കച്ചവടവുമില്ല. പിന്നെ ഓരോരുത്തരും വന്ന് നമ്മളായിട്ട് ഓരോന്നും ചോദിക്കുമ്പോൾ ഇത് കണക്ക് കിടക്കുകയല്ലേ. ആളുകൾ നമ്മളാണെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കുന്നത്. 10 ആളുകൾ വന്ന് സാധനങ്ങൾ മേടിക്കണ്ടേ, കായും മുടക്കിയിരുന്ന അതൊന്നും നടക്കുന്നില്ല. ചെയ്യാനൊക്കെ മേൽപ്പാലം വ്യാപാര മേഖലയും തകർത്തു. റെയിൽവേ ട്രാക്കിന് കുറുകെയുള്ള ചെറിയ ഭാഗത്തെ പണികൾ പൂർത്തിയാക്കേണ്ടത് റെയിൽവേയാണ്. ഇതിനുവേണ്ടി പൈലിംഗ് ജോലികൾ ചെയ്തതല്ലാതെ പിന്നൊന്നും നടന്നില്ല. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയാണ് പാലങ്ങളും മേൽപ്പാലങ്ങളും സാധാരണഗതിയിൽ നിർമ്മിക്കുന്നത്. പക്ഷേ കൊല്ലത്ത് നിർമ്മിച്ച ഈ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാകാതായിട്ട് 7 വർഷം പിന്നിടുകയാണ്. ജനത്തിന് സമ്മാനിച്ചത് വലിയ ദുരിതവും രാഷ്ട്രീയ തരത്തിലുള്ള അതിപ്രസരങ്ങളും പിടിവലികളും രാഷ്ട്രീയ മത്സരങ്ങളുമെല്ലാം ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന ബഡ്ജറ്റുകളിൽ പലതവണ തുക വകയിരുത്തിയെങ്കിലും സഫലമാകാതെ പദ്ധതി ഇങ്ങനെ ഇഴയുകയാണ്. രാഷ്ട്രീയ വടമല്ലികൾ കാരണം റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിലച്ചെങ്കിലും ട്രെയിൻ ഗതാഗതം സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. ഈ നാട്ടുകാരാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിലെ ഈ മെല്ലപ്പോക്കിൽ ദുരിതമനുഭവിക്കുന്നത്. അടിയന്തരമായ പരിഹാരമാണ് ഈ വിഷയത്തിലും ഉണ്ടാകേണ്ടത്. അധികാരികൾ കണ്ണു തുറന്നേ മതിയാവും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണെന്നും കടകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കുമൊന്നും ജനങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല എന്നുമാണ് നാട്ടുകാരുടെ പരാതി. കാണാൻ നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ. വർഷം 4 ഞങ്ങളെല്ലാം ജീവിതം തൊലച്ച് കടകളും പ്രസ്ഥാനങ്ങളും മൊത്തം നശിപ്പിച്ച് ഈ കടയിൽ തന്നെ 4-5 ജോലിക്കാരുള്ളൊരു കടയായിരുന്നു. ജോലിക്കാരുടെ ജോലിയും പോയി. അതായത് ശരിയാക്കി തന്നിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കി തരുമോ? ഇതൊന്നും ചെയ്യത്തില്ല. കുറച്ചാളൊന്ന് കേൾക്കുന്നു, ഉടനെ ശരിയാവും എന്നാണ് പറയുന്നത്. ദുരിതമാണ്. ദുരിതമല്ലാതെ പണി പാലം റെഡിയായെങ്കിലല്ലേ ദുരിതം മാറുള്ളൂ. ബുദ്ധിമുട്ടേ ഉള്ളു. ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടല്ലേ. ഈ ഏരിയയിൽ പുത്തൻചന്തയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അങ്ങോട്ട് പോകത്തില്ല. പറഞ്ഞിക്കായ പോയാൽ അങ്ങോട്ട് പോകത്തില്ല. എല്ലായിടവും അടച്ചിട്ടിരിക്കുക. നേരെ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാം കറങ്ങി തിരിഞ്ഞൊക്കെയാണ് പോകേണ്ടത്. പാലം ഉണ്ടെങ്കിൽ ത്രൂ ആയിട്ട് ഡയറക്റ്റ് കയറി പോവാം. പാലം ഇത്രയും പെട്ടെന്ന് ശരിയാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. തൊട്ടടുത്ത് കിടക്കുന്നവർക്ക് തന്നെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ 2.5 കിലോമീറ്റർ വീതം കറങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ 2.5 കിലോമീറ്റർ കറങ്ങേണ്ടി വരും. പിന്നെ കച്ചവടങ്ങൾ, ആൾക്കാർ പോവാതെ കച്ചവടങ്ങളും കാര്യങ്ങളും നടക്കത്തില്ലല്ലോ. ഒരു പെട്ടെന്നൊരു നമുക്കൊരു ആക്സിഡൻറ്റോ ഒരു എമർജൻസി ഒരു ഹോസ്പിറ്റൽ കേസ് എന്ന് വന്നു കഴിഞ്ഞാലും കൊണ്ടുപോകാൻ വളരെ പാടാണ്. ഇതിലെ നമ്മൾ കറങ്ങി വരുമ്പോൾ അവിടുത്തെ റെയിൽവേ ഗേറ്റ് മണിക്കൂറുകളോളം അടഞ്ഞു കിടക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ട്. ഇപ്പോൾ 7 വർഷമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.